मन के सर महके रेशम रेशम लागे रे। दिल चंपई चंपई बांधे सिंदूरी से धागे रे। सुनो कन्मनी। നമസ്കാരം എല്ലാവർക്കും. Welcome to the most colorful and happiest function of this wedding, ഹൽദി സെറമണി. ഇന്നലെ സ്നേഹത്തിന്റെ മെഹന്തി ആയിരുന്നു, ഇന്ന് സന്തോഷത്തിന്റെ ഹൽദിയാണ്. This is the time where we forget all our seriousness and focus on laughter, love and turmeric and a little bit of revenge too. ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു ചെറിയ warning, if you are wearing white, well good luck. You know, a big round of applause for the entire family, friends and cousins who have put the beautiful function together. Guys, please a big round of applause. നിങ്ങളുടെ എനർജി ആണ് ഈ ഫംഗ്ഷന്റെ വൈബ്. So please. First, let's welcome Deepika and Lakshmi onto the stage. Wishing them all the very best. मन के सर महके रेशम रेशम लागे रे। दिल चंपई चंपई बांधे सिंदूरी से धागे रे। मशहूर करना कभी तू मुझे नजरों से दूर। किथे चलिए तू किथे चलिए तू किथे चलिए। जानदा है दिल ये तो जान दिया तू। तेरे बिना मैं न रहूं मेरे बिना तू। किथे चलिए तू किथे चलिए तू किथे चलिए। काटू कैसे राता हो सावरे जिया नहीं जाता सुन बाबरे के रात लंबे आ रे कटे तेरे संगे आ रे के रात लंबे आ रे कटे तेरे संगे आ रे।
कहंदे ने सजना तू ही चन मेरे इस दिल दा मन लवे सजना ഒരു കൊച്ചു കളിയുണ്ട്. ഇവിടെ ഒരു കിണ്ണം വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു മോതിരമുണ്ട്. ആ മോതിരം ആരാണ് ആദ്യം കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. काटू कैसे राता हो सावरे जिया नहीं जाता सुन बावरे के राता लंबे आ रे कटे तेरे संगे आ रे के राता लंबे आ रे कटे तेरे संगे आ रे मशहूर करना कभी तू मैनू नजरों से दूर पीछे चलिए तेरे पीछे चलिए तेरे पीछे चलिए जानदा है दिल ये तो जान दिया तू तेरे बिना मैं ना रहूं मेरे बिना तू किथे चलिए तू किथे चलिए तू किथे चलिए काटू कैसे राता हो सावरे जिया नहीं जाता ഞാൻ ദേവികന്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി ഫണ്ണായിട്ട് കുറച്ചധികം ഗെയിംസ് കൊടുക്കാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ആക്ച്വലി ടാസ്ക് ആണ്, രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുണ്ട്, എനിക്ക് ഓഡിയൻസിന്റെ സപ്പോർട്ട് കൂടിയേ തീരും. ഇവർക്ക് പണി കൊടുക്കാൻ കിട്ടുന്ന നല്ല ചാൻസ് ആണ്, മാക്സിമം യൂസ് ചെയ്യുക, ഫ്രണ്ട്സിന്റെ അടുത്ത് പ്രത്യേകിച്ചും. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, രണ്ടുപേരോടും പറയാം, ആൻസർ നിർബന്ധമായിട്ടും പറയാം. നിങ്ങളുടെ പാർട്ട്ണറിനെ സേവ് ചെയ്യാൻ വേണ്ടി എനിക്കറിയത്തില്ല എന്ന് പറയരുത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. തുടങ്ങാം. റിപ്ലൈ വേഗം മറുപടിയൊക്കെ തരണേ. എല്ലാവരും കൈ അടിച്ച് ഇതുമായിട്ട് സഹകരിക്കണം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ആരെടുത്ത് ചോദിക്കണം ആദ്യം? അക്ഷയുടെ അടുത്ത് ചോദിക്കട്ടെ, ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, ഞാൻ അക്ഷയന്റെ ഭാര്യ ആവാൻ പോകുന്ന ദേവികനെ കുറിച്ചാണ് അക്ഷയുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അവളുടെ അടുത്ത് ആൻസർ ചോദിക്കരുത്. ദേവികയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? പറയ് ആൻസർ പറ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു ആൻസർ പറയണം. ഒരു ആൻസർ പറയ്. ഫ്രൈഡ് റൈസോ? ദേവിക അതാണോ പറയരുത്, സത്യസന്ധമായിട്ട് പറയണം. എന്താണ് ദേവികയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? അത് വേണ്ട, ഇപ്പൊ പാർട്ട്ണറിനെ ചെയ്യേണ്ട, സത്യസന്ധമായിട്ട് പറയണം. അല്ലെങ്കിൽ ഞാൻ ഈ ടാസ്കിന്റെ പാറ്റേൺ ഒന്ന് മാറ്റോട്ടോ. മാറ്റണോ? ഇതുടായിപ്പ ഒരു കാര്യം ചെയ്യും, ഒരു പേപ്പറും പെന്നും കൊണ്ടോ ടാസ്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം, എന്നാലേ കുറച്ചുകൂടി ഫൺ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇവര് പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ചെയ്ത് കളിക്കും, അത് നമുക്ക് നല്ലതല്ല. നിങ്ങൾക്ക് എന്നെ നോക്കാം. അക്ഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? ഇവര് രണ്ടുപേരും നമ്മളെ ചീറ്റ് ചെയ്തു. ഒരു കാര്യം ചെയ്യാം, രണ്ടുപേർക്കും കൂടി ഒരു പണിഷ്മെന്റ് കൊടുക്കാം. सुर्ख वाला सोज वाला फैज वाला लव होता है जो लव से ज्यादा वैसे वाला. അടുത്തൊരു ടാസ്ക് ആണ്, ഇത് അക്ഷയ്ക്കുള്ള ടാസ്ക് ആണ്. സോ ദേവിക എഴുതിക്കോളൂ. ദേവികയ്ക്ക് ആഫ്റ്റർ യുവർ മാരേജ് രണ്ടുപേരോട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ്. ആൻസർ ദേവിക എഴുതിയ ശേഷം മാത്രം അക്ഷയ് പറയാം. നോക്കരുത്, കോപ്പി അടിക്കരുത്. എഴുതിക്കോളൂ. ഏത് ഹിന്റ് കൊടുക്കാൻ പാടില്ല, ക്ലൂ കൊടുക്കാൻ പാടില്ല. ക്ലൂ കൊടുത്ത അക്ഷയ്ക്ക് പണിഷ്മെന്റ്. ഓക്കെ, എഴുതിയാ? ഇനി അക്ഷയ് പറഞ്ഞോ. നോക്കരുത്, നോക്കിയത് എന്ന് നോക്കിയിട്ട് അക്ഷയ് ആൻസർ ചെയ്യും. വയനാടോ? എന്താ ദേവിക ആൻസർ? തായ്ലൻഡ്. ഓക്കെ, ഇപ്പൊ അക്ഷയ്ക്ക് പണിഷ്മെന്റ് കിട്ടിയില്ലേ? ഓക്കെ, ഈ ചാൻസ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കാണ് ചാൻസ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് നമുക്ക് അക്ഷയനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോ ഫ്രണ്ട്സ് പറ, എന്ത് ചെയ്യിക്കണം അക്ഷയനെ കൊണ്ട്? പാട്ട് പാടിക്കണോ? അക്ഷയുടെ പാട്ടൊന്ന് കേൾക്കണമല്ലോ. അപ്പോ അക്ഷയ നമുക്കൊരു പാട്ട് പാടാം.
ദേവികയ്ക്ക് വേണ്ടി അക്ഷയ് ഡെഡിക്കേറ്റ് ചെയ്ത് പാടാൻ പോകുന്ന ഒരു സോങ് ആണ് അടുത്തതായിട്ട് വരുന്നത്. അക്ഷയ്, വെൽക്കം ടു ദ സ്റ്റേജ്. എല്ലാരും ഓടരുത്, ഫുഡ് കഴിച്ചിട്ട് വേണം പോവാൻ. बातें कभी ना तू भूलना, कोई तेरे खातिर है जी रहा, जाए तू कहीं भी पूछना, कोई तेरे खातिर है जी रहा, मंजिल भी है हमदम भी है, तू जहाँ जाए महफूज हो, तू जहाँ जाए महफूज हो, दिल मेरा मांगे बस ये दुआ, बातें कभी ना तू भूलना, कोई तेरे खातिर है जी रहा. ഓക്കെ, അക്ഷയുടെ സോങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓഡിയൻസിന് ഞാനൊരു ചാൻസ് തരട്ടെ? ഓഡിയൻസ് ഒരു ചാൻസ് തരട്ടെ? ഓക്കെ, ആർക്കാണ് ചാൻസ് വേണ്ടത് പറഞ്ഞോളൂ. റേസ് യുവർ ഹാൻഡ്സ് പ്ലീസ്. എത്ര ദിവസമായി അമ്മി, ഇത് ഭയങ്കര ക്വസ്റ്റ്യൻ ആയല്ലോ. ദേവികനെ കണ്ടുമുട്ടിയിട്ട് എത്ര ദിവസമായി? ദേവികന്റെ ചാൻസ് ആരൊക്കെ എഴുതാൻ പോകുന്നേ? അക്ഷയ് എഴുതിക്കോ. ദേവിക നോക്കരുതേ. ഓൾമോസ്റ്റ് 1 year ആയി. ഒരു വർഷം എത്ര ദിവസമുണ്ട്? ആ, ഓക്കെ ഓക്കെ, ഒരു 2 ദിവസത്തിന്റെ കുറവേ ഉള്ളൂ. കുഴപ്പമില്ല, പണിഷ്മെന്റ് കൊടുക്കണ്ടല്ലോ, പാവങ്ങളല്ലേ, വെറുതെ വിട്ടേക്കാം. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ. ദേവിനെ ഞാൻ ആദ്യമായിട്ട് വിളിച്ചത് August 17 അന്നാണ് നമ്മുടെ കല്യാണം. ഓ, അത് ഭയങ്കര നല്ലൊരു മെമ്മറി ആട്ടോ. ഓക്കെ, അപ്പൊ ഒരു വർഷം ആവാറായി നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് അല്ലേ? ഓക്കെ, ഇനി ഒരു ടാസ്ക് തരുന്നതിന് മുന്നേ 2 പേരുടെ അടുത്തും നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. ലൈക്ക് യു ഹാവ് ടു ഷെയർ, ലൈക്ക് നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയുള്ള ആളാണ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരാളാണോ, അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു പാർട്ട്ണറിനെ കുറിച്ചുള്ള നിങ്ങൾ വിചാരിച്ച പോലെ ഒരു പാർട്ട്ണർ ആണോ എന്നൊക്കെ ഉള്ള കാര്യം ഒന്ന് നമ്മളായിട്ട് ഷെയർ ചെയ്യട്ടെ. അത് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അവരുടെ പാർട്ട്നേഴ്സിനെ കുറിച്ച് പരസ്പരം പറയട്ടെ. അപ്പൊ ആദ്യം ദേവിക പറ. ഹലോ എവ്രിവൺ. അപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിട്ട് ഓൾമോസ്റ്റ് 1 year ആവാൻ പോവുകയാണ്. അപ്പോൾ ഒരു വളരെ കോൺഫിഡൻസ് ആയിട്ട് കണ്ടുമുട്ടായിരുന്നു, ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു പാർട്ണർ ആണോ ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണല്ലോ, എല്ലാ കാര്യത്തിലും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ രണ്ടാളും ഇല്ലാണ്ട് പറ്റില്ല എന്നൊരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. നമ്മൾ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാല് സിമിലാരിറ്റീസ് ഒന്നും ഇല്ല. പക്ഷേ നമ്മളെ തമ്മിൽ പിടിച്ചു നിർത്തുന്ന ഒരു ബോണ്ട് ഉണ്ട്, അതാണ്. അതൊക്കെ എനിക്കും പറയാനില്ലേ. ദേവീനെ അടുത്തറിയുമ്പം നമ്മൾ തമ്മിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ തമ്മിൽ എപ്പോഴും ആ ഒരു കണക്ഷൻ കണ്ടിന്യൂ ചെയ്തതും ഇതുവരെ എനിക്ക് കല്യാണത്തിൽ എത്തുന്നതും അതിനുശേഷവും അത് നമ്മൾ തമ്മിലുള്ള ആ ഒരു ലവ് തന്നെയാണ്. അപ്പം ഞാനും ശരിക്കും ലക്കിയാണ് ദേവിനെ പോലത്തെ ഒരു കുട്ടീനെ കിട്ടിയത്. രണ്ടുപേരും അവരുടെ പാർട്ട്നേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? മറ്റേ എന്താ പറയാ, ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്സ് മോർ അല്ലേ? അപ്പൊ അതന്നെയാ ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. ഇപ്രാവശ്യത്തെ ചാൻസ് ആയിരിക്കാം. ഓക്കെ, അക്ഷയ് ഹാവ് ടു റൈറ്റ്, ദേവിക ആൻസർ ചെയ്തോളൂ. അല്ല, ദേവിക ഹാവ് ടു റൈറ്റ്. ഓക്കെ, സോ ഇനി എന്താ ചോദിക്കാം? ഓക്കെ, അക്ഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ? നോക്കരുത്. ഇതൊക്കെ ദേവികന്റെ അടുത്തൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മോശാട്ടോ, ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ. ഓക്കെ, ഇനി അക്ഷയ് പറഞ്ഞോളൂ. എന്തുവാ എഴുതിയിരിക്കുന്നത്? അത് ഏതാ കളറ്?
ഗ്രീൻ. ഓ, ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ. ഓക്കെ, ഇനി വേറൊരു ചോദ്യം ചോദിക്കാം. ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ചോദിച്ചാൽ ബോറടിക്കും. അതുകൊണ്ട് ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന് അവരെ റെപ്രസെന്റ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ്. അല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വന്ന് ഞങ്ങൾക്ക് ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. സീക്കട ചോദിക്കട്ടെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും ഇതിനു മുമ്പ്. അപ്പോൾ സിക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട് അച്ഛൻ മിലിറ്ററിയിലായതുകൊണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ഏതാണ് സിക്ക് പറഞ്ഞിട്ടുള്ളത്? ശരിയൊക്കെയല്ലേ? സ്ഥലത്തിന്റെ പേര് എഴുതിയാൽ മതി, അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇവരുടെ രണ്ടുപേരും ഫേസ് കാണുമ്പോൾ ഏതോ എക്സാം എഴുതാനിരിക്കുന്ന പോലെ അല്ലേ? ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ട്രിക്കി വേണമായിരുന്നു. ആ ആൻസർ ആളെന്നെ പറഞ്ഞോളൂ. ഇനി എക്സ്പീരിയൻസ് എന്താന്ന് ആളെന്നെ ഒന്ന് പറഞ്ഞേ. അല്ല, അത് ദേവികയോട് ചോദിക്കാല്ലേ. എക്സ്പീരിയൻസ് പറഞ്ഞില്ലല്ലോ പറഞ്ഞേ, അപ്പൊ ദേവിക പറയട്ടെ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ചൈൽഡ്ഹുഡിനെ പറ്റി പറയുമ്പോൾ പഞ്ചാബിൽ പോയിട്ടാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ സ്കൂളിൽ പോയ കാര്യം അങ്ങനെയൊക്കെ. ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട സ്ഥലം പഞ്ചാബാണ്. അതന്നെ എനിക്ക് ഇഷ്ടമുള്ള സ്കൂൾ പഞ്ചാബിലെ സ്കൂളായിരുന്നു. അതാണ് അങ്ങനെ ചോദിച്ചാൽ ഇവര് ഭയങ്കര ട്രിക്കി ആയിട്ടാട്ടോ ആൻസർ ചെയ്യുന്നത് അല്ലേ? ഇതിന് തോന്നുന്നില്ലേ? ഇത് വളരെ മോശമാണ്. എനിക്ക് അത്രയും പറയാനുള്ളൂ ഇതിനെ കുറിച്ച്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാലോ? ഇല്ലെങ്കിൽ ഇനി ദേവിക എന്നെ പ്രാകും. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തുക. ഓക്കെ, ഇനി ആരോടാ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? ഓക്കെ, അപ്പൊ അക്ഷയുടെ അടുത്താണ് ചോദിക്കുന്നത്. ദേവികയ്ക്ക് നിൽക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഓക്കെ. അപ്പോ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ദേവികയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ്. ദേവുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എന്ന് വെച്ചാല് എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം, ദേവുക്ക് പുതിയ പാട്ടുകളാണ് ഇഷ്ടം. പർട്ടിക്കുലർ സോങ് എന്ന് വെച്ചാല് അവള് പാടുന്ന പാട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ എനിക്ക് അവള് എപ്പോഴും വെക്കാറുള്ള ഒരു പാട്ട് മെയിലിൽ നിന്നും ആ പാട്ടാണ്. ഓക്കെ, ദേവികന്റെ ആൻസർ എന്താ? ഓക്കെ ഓക്കെ, ദേവിക റീസെന്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് എഴുതിക്കുന്നത്. അപ്പൊ പണിഷ്മെന്റ് വേണ്ടേ? വേണ്ടേ? ഓക്കെ, പണിഷ്മെന്റ് സ്വീകരിക്കാൻ അക്ഷയുടെ ജീവിതം ഇനിയും ബാക്കി. അപ്പോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് പണിഷ്മെന്റ് ആണ്. ഇവർ പ്രൊപ്പോസ് ചെയ്തതൊന്നും നമുക്കറിയില്ല അല്ലേ, നമ്മൾ കണ്ടിട്ടില്ലല്ലേ. നമ്മളൊരു പ്രൊപ്പോസൽ സീൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷേ പ്രൊപ്പോസ് ചെയ്യാൻ ഫ്ലവേഴ്സ് ഒന്നും ഇവിടെ ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഒരു ലഡ്ഡു കൊടുത്ത് അക്ഷയ് ഇപ്പോൾ ദേവികയെ പ്രൊപ്പോസ് ചെയ്യാൻ പോവാണ്. ഇതിലും എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. എല്ലാവരും കൈയടിച്ച് സപ്പോർട്ട് ചെയ്തോളും. ഓക്കെ, നമ്മളിവിടെ ഒരു റീക്രിയേഷൻ നടത്തുവാണ് ഒരു റൊമാൻറ്റിക് സീനിന്റെ. ഓക്കെ, എന്താ? ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലെന്ന്. ഇല്ല, ഞാൻ എന്റെ ടാസ്ക് നിർത്തുക. ദേവിക പെട്ടെന്ന് അവസാനിപ്പിക്കരുത്. സ്നേഹത്തോടെ പറയ് പ്രൊപ്പോസ് ചെയ്യുമ്പോ എന്താ പറയുന്ന പറ. Will you be my laddu? Can I answer all? Of course, yes. ഓക്കെ, അപ്പൊ അക്ഷയുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഈ പരിപാടി രാജിവെക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ റോള് തിരിച്ചു കൊടുക്കാൻ പോവാണ്. ഹോപ്പ് യു എൻജോയ് ദ ടാസ്ക്. എൻജോയ് ചെയ്തായിരുന്നോ? ഓക്കെ, താങ്ക് യു. വളക്കിളിക്കും കുളിരോള പെണ്ണെ കനവിന് കര
ചിപ്പു കിളിക്കും ചെല്ലമണി കാറ്റേ കുടം കമിത്തണ കൂമനും കുടിച്ചിലകണ കുറുമനും ഒരു ഗോലുമാല് പുകയെടുക്കണ മാരനും പുകഞ്ഞു പൊങ്ങണ വീരനും ഒരു ഗോലുമാല് ഒരു ഗോലുമാല് ആത്താടി ആത്താടി ആടി കബടി പാത്താടി പാത്തേണ്ടി പാത്തേണ്ടി പീലി കബടി പാത്തേണ്ടി തെങ്കാശി പുഴയില് വൈകാശി തിങ്കള് തുടിയിലക്കണ് തിരയിലക്കണ് കണ്ടേ കണ്ടേ ड्रीमम वेकअपम क्रिटिकल कंडीशनम हे अर्थम क्वेकअपम हिलडुल सब शेकअपम फेस टू फेसम धरती पोतरम टाप टू बेसम काम सूत्रम साइजम थंडरम डाउनम मंडरम साइजम मैटरम थिंकम मंडरम जंपिंगम pumpingum, throbbingum, thumpingum. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ താഴെ എന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നീയലിക്ക് മുത്താരം മുത്തല്ലേ പൊന്നെടുത്ത് നീ ചമച്ച് പൂവെടുത്ത് മിഴി വരച്ച് പുണ്യം കൗമാരത്തിനു സിന്ദൂരം തന്നു നിലമുകിൽ മുടിയണിഞ്ഞ് ബാലസൂര്യ കുറി തെളിഞ്ഞ് തോഴി നിന്നെ കാണാൻ പൂക്കാലം വന്നു അണിയണിയായി അരയന്റെ കൂട്ടം ഈ കാൽ ചുവട്ടിൽ നട പഠിക്കാൻ കാത്തു നിൽക്കുമ്പോൾ നിരനിരയായി പയ്യുകളെല്ലാം ആ കാമുകന്റെ കുഴൽവിളി കാതോർത്തു നിൽക്കുമ്പോൾ ഇനിയും അവൻ വൈകാനെന്റെ ഇതൾ മിഴിയും വാടാനെന്റെ ഇല്ലത്തമ്മി പൊല്ലാപ്പാവല്ലേ മഞ്ഞ് പെയ്യണ മരം കുളിരണ മകരമാസ പെണ്ണേ മലയിറങ്ങി പുഴയിൽ മുങ്ങിടാം Ailesa, 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 oh salama, Ailesa, oh salama, Ailesa. അടിച്ചടിക്കടിയേ സത്തം പഞ്ചക്കൊടുക്കടിയേ മുത്തം ഇത് കാണാൻ പോന പൂരം ഇത് വാളയാറിൻ ദൂരം എന്റെ നിന്ന മിന്നിന്ന് നല്ല മഞ്ചൾ പോട്ടും നിന്ന് നിന്റെ കാതൽ മുറ്റും പൊന്ന് അത് കാണാ വേണം കണ്ണ് എന്നടിയെ ഒന്നെ പോലെ ആട്ടം ആടും മണ്ണ് എന്നടിയെ ഒന്നെ പോലെ ആട്ടം ആടും മണ്ണ് സലമ ഐലസ സലമ ഐലസ വസ്സലമ ഐലസ Hey, salama, Ailesa. ചിലമ്പൊലിക്കാറ്റേ ഒന്ന്
ഒന്ന് ചീറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊളിക്കാറ്റേ ഒന്ന് ചീറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ മകരം മഞ്ഞാടയാൽ മുതിയും പൂമ്പാറ്റയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തകളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ ഭീഗി 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 love you baby hi biggy 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 love you baby ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചീറ്റി അടിച്ചാട്ടെ பட வச்சான் ஆள விழ வச்சானே ஏ மாப்ள போலாம் இரு மச்சான் ஆட வர வச்சானே ஏ உன்னதான் மயிலாட்டம் இருக்கா மலக்கூடை மாமனுக்கா ஏ பாரா பூவாரா கைசீரா என் வீரா ஏ நெத்தி இல்ல நெல்லாவட்டம் வச்சவனோ சுறாவட்டம் ஒட்டு மொத்த தென் மாவட்டம் ஓச கட்டி வந்து நிக்கட்டும் பங்கே ஆத்தி சந்தன கட்ட ஆட்டம் பம்பரம் கட்ட பாத்தா வச்சிடு பட்டாசே பாட்டா பல்லாட நம்ம ராஜா வெள்ளாட ரிங் தான் நம்மோட ஹே ஹே கபடி போறா கனிமா दो नैन सितारे है चांद सा मुखड़ा क्या कहना उसका आफरी दावत में जैसे हो शाही टुकड़ा उसके जैसी न कोई नाज़नी शाही जोड़ा पहन के आई जो बंधन के वही तो मेरी स्वीट हार्ट है तुझे अखियों में अपने बसा
കിങ്ങിണി കാറ്റ് വന്ന് കിന്നരം മീട്ടി അരികെ ഒരു ചിങ്കിരി ചൂളമിട്ട് ചിന്തുണർത്തുന്നു പതിയെ മഞ്ഞടി പാടമകലെ പുഞ്ചിരി ചേലിലുണരെ ഓ ചോളം കൊയ്ത് കുറുകൂ തെന്നലെ ഈ പഞ്ചാബിന്റെ കുളിരും നെഞ്ചമേ കരിമ്പു വയലോരത്ത് ദിനവിളയും നേരത്ത് കിസയുണരുമീണം കേട്ടു അങ്ങ് പങ്കടമേളമൊത്ത് ചുണ്ടരി തുമ്പിയുടെ ചന്തവും കൊണ്ടുപോരാ നല്ല ഡോലടി താളമുള്ള മുത്തണിക്കൂടിനുള്ളിൽ ഈരടിത്തുണ്ട് തേടാ लड़के और लड़के कहाँ से आया है रे तू प्यारा है शक्ल से अकल का मारा है रे तू लड़के और लड़के कहाँ से आया है रे तू प्यारा है शक्ल से अकल का मारा है रे तू हाँ चल गई मेरी बातों से तू चल गई हाँ खल गई तुझे खल गई मेरी बेपरवाही खल गई मोहतरमा तू किस खेत की मूली है जरा पता टीवी पे ब्रेकिंग न्यूज आ रहा मेरा घाघरा है अधरं मधुरं वदनं मधुरं नयनं मधुरं हसितं मधुरं हृदयं मधुरं गमनं मधुरं मधुराधिपतेरखिलं मधुरं 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 मधुरम् अधरं मधुरं वदनं मधुरं नयनं मधुरं हसितं मधुरं हृदयं मधुरं गमनं मधुरं मधुराधिपतेरखिलं मधुरं 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 वचनं मधुरं चरितं मधुरं वसनं मधुरं वलितं मधुरं चरितं मधुरं भ्रमितं मधुरं मधुराधिपतेरखिलं मधुरं मधुरं मधुरम् अखिलं मधुरं मधुरं मधुरम् अखिलं मधुरम् सीता कल्याण वैभोगमे राम कल्याण वैभोगमे पवन स्तुति पात्र पवन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण वैभोगमे राम कल्याण
परिपाल भरित शरजाल भुक्ति मुक्ति दलील गुरुदेव पाल सीता कल्याण वैभोग में राम कल्याण वैभोग में पामर सुर भीम परिपूर्ण काम श्याम जगदभिराम साकेत धाम सीता कल्याण वैभोग में जल 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 मणि
காரணங்கள் ஏதும் தெரியாமல் நாட்கள் போக கண்டேனே உன்னிடம் வந்தேன் அந்த நொடியே ஓர் அர்த்தம் சேர்ந்ததே ஒரு கணம் கூட விலகாமல் உயிரானேன் இறுதி வரை கைகள் நழுவாமல் ஏந்துவேன் തുമ്പി 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 തുള്ളല്ലോ ഇൻട്രോ തുമ്പി തുള്ളല്ലോ ജൽ 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 മണിയേ ആനിടം ഇത് ഇറങ്ങിടമണിയേ തനിയേ 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 അവനുലകിനിലോ മട്ടും തനിയേ കള്ളച്ചിരി പിന്നീ മനസ്സിൻ മുറിയുടെ ജാലകമോ തുറന്നിടാം നമുക്കീ ഉലകിൻ ജാതകമോ തിരുത്തിടാം ചെറുവാടകയാൽ ഇളമാരുതനെ സഹയാത്രികനാക്കിയിടാം മലയുടെ മാറുമറയ്ക്കാൻ ചേലയൊരുക്കും മഞ്ഞു പുതച്ചിടാം ഇണങ്ങാതെ ഇണങ്ങിടാം ഇറങ്ങാതെ പറന്നിടാം മയിലേ കുയിലേ വെയിലേ മുകിലേ വെറുതെ അലയാമതിലേ ഇതിലേ ഒഴുകാമുയരേ അഴകിൻ വഴിയേ മേലെ മേലെ വാനിലെ നീലവാനിലെ പറവകളായിടാം പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ ഓഹോ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീല നിലാവുണ്ടോ കണ്ണേ ഓ കൈതാളം തട്ടാതെ മെയ്താളം കാണാതെ എന്താണ് പുത്തൻ പോയാട്ടം ഓ ആകാശം പൊൻകിണ്ണം ആശിക്കും തേൻകിണ്ണം നീതാനെ നേർക്കായി നീതാനെ
തര